രാജാവ് രാജ്ഞിയുടെ ജോലിക്കാരെ എല്ലാവരും തന്നെ ഇപ്പോൾ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. മാത്രല്ല രാജ്ഞിയുടെ റൂമൊക്കെ ക്ലീൻ ആക്കിയത് ആരാണെന്ന് ചോദിച്ച് കഴിയുമ്പോഴത്തേക്കും 3 പേരെയാണ് ഒടുവിലായിട്ട് കിട്ടുന്നത്. അങ്ങനെയിരിക്കെ ആ 3 പേരെയും ഒരുപാട് ഉപദ്രവിക്കുന്നുമുണ്ട്. എങ്കിൽ പോലും അതിൽ ആരാണ് ശരിക്കും ഇതുപോലെ ഒരു തലയോട്ടി തലയണയ്ക്കകത്ത് വെച്ചതെന്ന് തുറന്നു പറയുന്നില്ല. പക്ഷെ ഒരു ജോലിക്കാരി മാത്രമാണ് സത്യാവസ്ഥ എന്താണെന്ന് ഓർക്കുന്നത്. അതായത് കണ്ണ് കാണാത്ത മന്ത്രവാദി ആയിരുന്നു യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിക്ക് ഈ തലയോട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് രാജാവിന്റെ വൈഫിന്റെ റൂമിൽ വെക്കുവാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തന്റെ ഒപ്പം രാജ്ഞി തന്നെ ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നമുണ്ടായാലും രാജ്ഞി കാര്യങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്തോളുമെന്നുമായിരുന്നു അയാളും അവളുടെ അടുത്തായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കൂടാതെ കുറെ പണവും നൽകിയത് കൊണ്ടാണ് അവളും ഇങ്ങനത്തെ ഒരു കാര്യമൊക്കെ ചെയ്തത്. മാത്രമല്ല ഇപ്പോൾ സത്യങ്ങളൊക്കെ രാജാവിന്റെ അടുത്ത് തുറന്നു പറയുവാനായിട്ട് നിൽക്കുകയാണെങ്കിൽ താൻ അപ്പോൾ തന്നെ കൊല്ലപ്പെടുമെന്ന കാര്യം ആ പെൺകുട്ടിക്ക് നന്നായി തന്നെ അറിയാമായിരുന്നു. സോ അവളും ഒന്നും പറയാതെ ഇരിക്കുന്നു. നിലവിൽ ആരും സത്യം പറയാത്തത് കൊണ്ട് തന്നെ ആർക്കും ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കേണ്ട എന്ന രീതിക്കാണ് രാജാവും കൽപ്പിക്കുന്നത്. കൂടാതെ നാളെ വീണ്ടും അവരെ ചോദ്യം ചെയ്യുവാനായിട്ട് രാജാവ് ആവശ്യപ്പെടുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു പടയാളിയും ഈ കള്ളത്തരമൊക്കെ കാണിച്ച ആ പെൺകുട്ടിയുടെ കയ്യിൽ ഒരു പേപ്പറും കൊടുക്കുന്നു. യൂൺകാപ്പിന്റെ അമ്മ അവന് കഴിക്കുവാനുള്ള മരുന്നുമായിട്ട് വരുന്ന മണമൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്ന ഗംഗ്ചോരിയും ഇപ്പോൾ ഉറങ്ങുന്നതായിട്ട് നടിച്ചൊക്കെ കിടക്കുകയാണ്. പക്ഷെ ഗംഗ്ചോരി ഇങ്ങനൊരു ട്രിക്ക് ചെയ്യുമെന്ന് അറിയാവുന്ന അമ്മയാകട്ടെ അകത്തു നിന്നും തന്നെ വാതിൽ അടച്ചു കഴിയുമ്പോഴത്തേക്കും അമ്മ പോയെന്ന് വിചാരിച്ച് ഗംഗ്ചോരിയും സന്തോഷമായിട്ട് തന്നെ കണ്ണു തുറക്കുന്നു. പക്ഷെ അമ്മയും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു മരുന്നിന്റെ അകത്ത് പാമ്പിന്റെ വാലിടുന്നത് നിനക്ക് ഇഷ്ടമില്ല എന്ന് യൂറി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഉണ്ടാക്കിയതിൽ പാമ്പിന്റെ വാലില്ല. കൂടാതെ ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് പംകിൻ ടഫി കൂടി കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അതുപോലും തയ്യാറാക്കിയായിരുന്നു അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സമയത്താണ് അമ്മയുടെ ഹെയർ പിൻ അവനും ശ്രദ്ധിക്കുന്നത്. നേരത്തെ അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന വിലകൂടിയ ഹെയർ പിൻ അല്ല ഇപ്പോൾ അമ്മ ഉപയോഗിക്കുന്നത്. അമ്മയും ആ ഒരു ഹെയർ പിൻ വിറ്റതിനു ശേഷമാണ് ആ പണം ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു മരുന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നെന്നുള്ള സത്യം അവനും മനസ്സിലാക്കുന്നു. ഗംഗ്ചോരിക്കും ആ ഒരു മരുന്ന് ഇഷ്ടമില്ലെങ്കിൽ പോലും അമ്മയുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അവനും ആ മരുന്ന് കഴിച്ച് പംകിൻ ടഫി കൂടി കഴിക്കുകയാണ്. ഗംഗ്ചോരിയും വീട്ടിൽ നിന്നും മറ്റൊരിടത്തേക്കായിട്ട് പോകുന്നു. ഈ ഒരു സമയത്ത് യൂറിയും യൂൺകാപ്പിന് വേണ്ടി ഉണ്ടാക്കിയ നേരത്തെ അവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചരടൊക്കെ എടുത്തു നോക്കിയിട്ട് അവനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഓർക്കുകയാണ്. മാത്രല്ല നേരത്തെ പ്രേതവും അവളുടെ മുഖത്തേക്കായിട്ട് കറുത്ത വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അത് കുടിച്ചതിന്റെ സിംറ്റംസ് ഒക്കെ അവളുടെ ദേഹത്തും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. കള്ളത്തരം കാണിച്ചിട്ടുണ്ടായിരുന്ന പെൺകുട്ടിയും തനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന പേപ്പറൊക്കെ തുറന്നു നോക്കുമ്പോഴത്തേക്കും അതിന്റെ അകത്തുണ്ടായിരുന്നത് ഞാൻ നിന്നെ രക്ഷിക്കുവാനായിട്ട് വരുന്നതായിരിക്കുമെന്നും അതുപോലെ തന്നെ ഈ ഒരു പേപ്പർ നീ വായിച്ച് കഴിയുമ്പോൾ തന്നെ കഴിച്ച് നശിപ്പിക്കണമെന്നുമായിരുന്നു. അത് കേട്ട സന്തോഷത്തില് അവളും ആ പേപ്പർ അപ്പോൾ തന്നെ കഴിക്കുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ അതിന്റെ അകത്ത് വിഷമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അത് കഴിക്കുമ്പോൾ തന്നെ മരണപ്പെട്ടും പോകുന്നു. എന്തായാലും ആ പെൺകുട്ടി മരണപ്പെട്ടു പോയ കാര്യം രാജാവും അറിഞ്ഞിരിക്കുന്നു. അവളുടെ മുറി പരിശോധിച്ചതിൽ നിന്നും ഒരുപാട് വില കൂടിയ സാധനങ്ങളും അതുപോലെ തന്നെ പണവും അവർക്ക് കിട്ടിയിട്ടുണ്ട്. അവരും അത് രാജാവിന് കാണിച്ചു കൊടുക്കുന്നു. രാജാവിന് ആ കൊട്ടാരത്തിൽ തന്നെ ഏറ്റവും വിശ്വാസമുള്ളത് രാജാവിന്റെ തന്നെ മുത്തശ്ശനെയാണ്. അതുകൊണ്ട് തന്നെ കൊട്ടാരത്തിൽ സംശയാസ്പദമായിട്ട് ആരെ കണ്ടിട്ടുണ്ടെങ്കിലും ചോദ്യം ചെയ്തോളുവാനായിട്ട് മുത്തശ്ശന്റെ അടുത്തായിട്ട് രാജാവ് പറയുകയാണ്. ബിബിയും തന്റെ പ്ലാനിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. 100 പേരെ കൊന്നിട്ട് അവരുടെ ആത്മാവിനെ കഴിക്കുകയാണെങ്കിൽ ബിബിക്കും ഇവിടെ നിന്നും പോകാമല്ലോ. എങ്കിൽ പോലും 99ാമത്തെ ആളെ കൊന്നതിന് ശേഷം അവനും ഒരുപാട് നാള് ഗംഗ്ചോരിയുടെ ഒപ്പം കഴിയുന്നതായിരിക്കുമെന്നും പിന്നീട് വളരെയധികം സന്തോഷമായിട്ട് മാത്രമേ ഇവിടെ നിന്നും പോവുകയുള്ളൂ എന്നും ബിബിയും പറയുന്നു. ഈ ഒരു സമയത്ത് എങ്ങനെയാണ് നീയും യൂറിയുടെ മനസ്സ് കീഴടക്കുവാനായിട്ട് പോകുന്നതെന്ന് ബിബി ചോദിക്കുമ്പോഴത്തേക്കും യൂറിക്ക് അങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല. അവിടെ ഇവിടെയും കാണുന്ന ചില പ്രേതത്തെ പിടിക്കുവാനായിട്ട് എന്നോട് പറയും. ഞാനും ആ ഒരു പ്രേതത്തെയൊക്കെ പിടിച്ചു കൊടുക്കാം. പിന്നെ 8 അടി പ്രേതം കൂടി ബാക്കിയുള്ളൂ. നീ എന്നെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ആ പ്രേതത്തെ കൂടി പിടിച്ചെടുക്കുവാനായിട്ട് സാധിക്കുമെന്നാണ് ഗംഗ്ചോരിയും പറയുന്നത്. ഈ ഒരു സമയത്ത് പ്രായം ചെന്ന കുറച്ച് ആൾക്കാർ കുറച്ച് അകലെയായിട്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്ന ബിബിയും നേരെ അവരുടെ പിന്നാലെയും പോകുന്നു. രാജ്ഞി കണ്ണു കാണാത്ത മന്ത്രവാദിയെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. അതായത് രാജാവിന്റെ വൈഫിന്റെ റൂമിൽ നിന്നും ഒരു തലയോട്ടി കിട്ടിയ കാര്യമെല്ലാം തന്നെ ഇപ്പോൾ രാജ്ഞിയും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സോ അതിന് പിന്നിൽ മന്ത്രവാദി ആയിരുന്നു എന്ന രീതിക്കാണ് രാജ്ഞി ചോദിക്കുന്നത്. നിങ്ങൾ പറഞ്ഞിട്ടായിരുന്നു ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് മന്ത്രവാദി പറയുന്നുണ്ടെങ്കിൽ പോലും ആ കുഞ്ഞിന് ഒരു അബദ്ധം വരുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന രീതിക്ക് രാജ്ഞിയും മറുപടി കൊടുക്കുന്നുണ്ട്. എങ്കിൽ പോലും നിങ്ങളുടെ മകൻ മരിച്ചിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് മറ്റൊരു സഹോദരന് കുട്ടി ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരിക്കലും നല്ലൊരു കാര്യമല്ല. രാജാവ് ഈ ചെയ്തത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളും അതിന് പ്രതികാരം തീർക്കേണ്ടതായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ രാജാവാണ് എല്ലാത്തിനുമുള്ള കുറ്റക്കാരൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുവരെ രാജ്ഞിയുടെ മനസ്സിൽ ഇല്ലാതിരുന്ന ഒരു വിദ്വേഷമൊക്കെ രാജ്ഞിയുടെ മനസ്സിലേക്ക് കുത്തിക്കയറ്റുവാനായിട്ടും ഈ ഒരു മന്ത്രവാദി ശ്രമിക്കുന്നുണ്ട്.
ലൈബ്രറി വൃത്തിയാക്കിയ സമയത്ത് യൂൺകാപ്പിന്റെ ഒരു ബ്രഷൊക്കെ ജോലിക്കാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവരും അത് രാജാവിനെ ഏൽപ്പിക്കുന്നു. ഇപ്പോൾ നിലവിൽ യൂൺകാപ്പ് അല്ല തന്റെ ഒപ്പം ഉള്ളതെന്നും യഥാർത്ഥത്തിലുള്ള യൂൺകാപ്പ് മരണപ്പെട്ടു പോയെന്നും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന രാജാവാകട്ടെ യൂൺകാപ്പിന്റെ ആത്മാവിന് ശാന്തി കിട്ടുവാനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ രാജാവിന്റെ നല്ലൊരു ഫ്രണ്ട് തന്നെ ആയിരുന്നു യൂൺകാപ്പും. മന്ത്രവാദി പോയ സമയത്ത് രാജ്ഞിക്ക് ഒരുപാട് സംശയമൊക്കെ രാജാവിന്റെ അടുത്ത് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഞാൻ യൂറിനെ കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. യൂറി ഇടയ്ക്കിടയ്ക്ക് രാജാവിനെ കാണുവാനായിട്ടും രാജാവിന്റെ വൈഫിനെ കാണുവാനായിട്ടും പോകാറുണ്ട്. സാധാരണ കണ്ണടയൊക്കെ വിൽക്കുന്ന ഒരാൾക്ക് ഒരിക്കലും അങ്ങനെ പോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ രാജാവ് രഹസ്യമാക്കി വെച്ചിട്ടുള്ള ഒരു മന്ത്രവാദിനിയാണ് യൂറി എന്ന കാര്യം ഇപ്പോൾ ജോലിക്കാരെയും രാജ്ഞിനെ അറിയിക്കുന്നു. മലിനജലമൊക്കെ മുഖത്തേക്ക് തുപ്പുന്ന ആ ഒരു പ്രേതത്തെ പിടിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് യൂറി ഉള്ളത്. അതുകൊണ്ട് തന്നെ കിണറ്റിലെ പ്രേതത്തിന്റെ അടുത്ത് യൂറിയും സഹായം ചോദിക്കുന്നു. പക്ഷേ ആ പ്രേതം വളരെയധികം അപകടകാരിയാണ്. കൂടാതെ ഞാൻ ശുദ്ധജലത്തിൽ മാത്രമേ താമസിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരിക്കലും അതിനെ പിടിക്കുവാനായിട്ട് സാധിക്കുകയില്ല. നിങ്ങളെ സഹായിക്കുവാനായിട്ട് വരികയാണെങ്കിൽ ഞാൻ പോലും ഇല്ലാതാകുന്നതായിരിക്കുമെന്ന് പറഞ്ഞ് കിണറ്റിലെ പ്രേതവും അവിടെ നിന്നും മുങ്ങുകയാണ്. യൂറിയും തന്നെ കിണറ്റിലെ പ്രേതം സഹായിക്കുകയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നടന്നു വരുന്ന സമയത്ത് കുറച്ച് കുട്ടികൾ തമ്മിൽ സംസാരിക്കുന്നതൊക്കെ അവളും കാണുന്നു. അതിൽ ഒരു കുട്ടിയുടെ ഷൂസ് ഒക്കെ കാണാതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഷൂസ് എടുത്തത് ആരാണെന്ന് മറ്റു കുട്ടികളുടെ അടുത്തായിട്ട് അവളും ചോദിക്കുന്നു. പക്ഷെ ആ കുട്ടികളും ഞങ്ങൾ ആരുമല്ല എടുത്തതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ കുട്ടിയാകട്ടെ വളരെയധികം വഴക്കൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അവിടെ എത്തിയ മറ്റൊരു സ്ത്രീയാകട്ടെ ഈ കുട്ടീനെയും ആശ്വസിപ്പിക്കുന്നു. നിന്റെ ഈ ഒരു പ്രായത്തില് എന്റെയും അതുപോലെ തന്നെ എന്റെ കൂട്ടുകാരികളുടെയും ഷൂസ് ഒക്കെ കാണാതായിട്ടുണ്ടായിരുന്നു. അന്നാകട്ടെ ഒരു പ്രേതമാണ് ഇതെല്ലാം എടുത്തോണ്ട് പോകുന്നതെന്നായിരുന്നു ഞങ്ങളുടെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ നിന്റെ ഈ ഷൂസ് എടുത്തോണ്ട് പോയതും അതേ പ്രേതം തന്നെ ആയിരിക്കും. നീ വിഷമിക്കേണ്ട കാര്യം ഒന്നും തന്നെ ഇല്ല എന്നൊക്കെ ആ സ്ത്രീ പറയുന്നത് യൂറിയും കേൾക്കുന്നു. സോ ആ ഒരു പ്രേതത്തെ കണ്ടുപിടിക്കുവാനായിട്ട് തനിക്ക് സാധിക്കുകയാണെങ്കിൽ ആരാണ് ഇവിടെ എല്ലാം തന്നെ പേപ്പറൊക്കെ ഒട്ടിച്ചു വെച്ചിട്ട് പ്രേതത്തെ വിളിച്ചു വരുത്തുന്നതെന്ന് തനിക്കും കണ്ടെത്തുവാനായിട്ട് സാധിക്കുമെന്ന വിശ്വാസത്തിൽ അവളും ഇരിക്കുന്നു. ഈ ഒരു സമയത്തായിരുന്നു അതുവഴി നടന്നു പോയിട്ടുണ്ടായിരുന്ന ബിബിയെ അവൾ ശ്രദ്ധിക്കുന്നത്. അതേസമയം കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്ന മന്ത്രവാദിയും ബിബി അതിലേം ഇതിലേം ഒക്കെ നടക്കുന്നത് കാണുകയാണ്. സോറി മൂക്കി അവിടെ ഉണ്ടെന്നുള്ള സത്യം അയാളും മനസ്സിലാക്കുന്നു. രാജാവിന്റെ മുത്തശ്ശനും കൂടെ കുറച്ച് ആൾക്കാരെ നടന്നു പോകുന്ന കാഴ്ച ബിബിയും കാണിക്കുകയാണ്. എല്ലാവർക്കും തന്നെ 60 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. അതുകൊണ്ട് ഇവരിൽ ആരെ ആദ്യം കൊല്ലണമെന്ന സംശയത്തിലായിരുന്നു ബിബി ഉണ്ടായിരുന്നത്. എന്തായാലും ആദ്യം ഇയാളെ കൊല്ലാമെന്ന് വിചാരിച്ചുകൊണ്ട് രാജാവിന്റെ മുത്തശ്ശന് നേർക്ക് നിൽക്കുന്ന ബിബിനെ കണ്ടിട്ടുണ്ടായിരുന്ന യൂറിയും ഓടി അവിടെ എത്തിയിട്ട് ബിബിനെയും തടയുന്നു. അവളും താൻ ഇവിടെ കണ്ണടയൊക്കെ വിൽക്കുവാനായിട്ട് വന്നിട്ടുണ്ടായിരുന്ന പെൺകുട്ടിയാണെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശനെ പരിചയപ്പെടുകയും അതുപോലെ തന്നെ മുത്തശ്ശന് കണ്ണടയൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറയുകയും പിന്നീട് മുത്തശ്ശനെ പറഞ്ഞയക്കുകയും ചെയ്യുകയാണ്. അതൊക്കെ കണ്ടിട്ട് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്ന ബിബിയും ഗംഗോരി നിന്നെ നല്ല രീതിക്കൊക്കെ ആയിരിക്കും കാണുന്നത്, പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല, എന്റെ ഫുഡാണ് നീ ഇല്ലാതാക്കിയതെന്ന് പറഞ്ഞ് അവൾക്ക് നേരെ വഴക്കുണ്ടാക്കുവാനായിട്ടും വരികയാണ്. പക്ഷെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന ഗംഗോരിയും അവരുടെ ഇടയ്ക്കായിട്ട് നിൽക്കുന്നു. യൂറി സാധാരണ ഒരു പെൺകുട്ടിയല്ല, എന്റെ ശിഷ്യയാണ്. അങ്ങനെയിരിക്കെ അവളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. നീയും ഇപ്പോൾ വിശ്രമിക്കുന്നൊക്കെ പറഞ്ഞ് ബിബിയെയും അവൻ പറഞ്ഞയക്കുന്നു. ഗംഗോരി പറഞ്ഞതായതുകൊണ്ട് മാത്രം ബിബിയും അവളെ വെറുതെ വിടുകയാണ്. പക്ഷെ അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും കണ്ണു കാണാത്ത മന്ത്രവാദി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. സോ യൂറിയുടെ ഒപ്പം 2 ഇമോഗി ഉണ്ടെന്നുള്ള സത്യം അയാളും മനസ്സിലാക്കുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.